കിലോമീറ്റർ ദൂരെയുള്ള പളനിയാണ്ടവർ കോവിലാണ് ഈ കാണുന്ന കേട്ടോ, മലയ്ക്ക് മുകളിൽ. ഞാൻ ക്യാമറ സൂം ചെയ്ത് എടുക്കുന്നതാണ്. ഒത്തിരി ദൂരെയാണ് നിൽക്കുന്നത്. കണ്ടോ ഉണ്ടോ 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 ഇതാണ് നമ്മളുടെ ഹോട്ടല്. വണ്ടി രാവിലെ ഒന്ന് കഴിയുകയാണ്. നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ആളുകളൊക്കെ ഇതാണ് ഇടുമ്പർ കോവിൽ. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്, ഹോട്ടൽ അമോഹ. നല്ലൊരു സ്പേസാണിത്. ചായക്കടയും എപ്പോൾ 24 hours റോഡ് സൈഡിൽ ചായ കിട്ടുന്ന ഞങ്ങളുടെ ഹോട്ടലിന് നേരെ മുമ്പിൽ നമ്മൾ വീടുകളിലൂടെ പോയി ചായ മേടിക്കണം. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് ആ വഴിയിലൂടെ വളഞ്ഞു തിരിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 2-3 കിലോമീറ്റർ ആവും. ഇതാണ് പളനി മല. ഹോട്ടലിൻ്റെ മുൻവശമാണിത്. ഹോട്ടലിൻ്റെ പരിസരങ്ങളും എല്ലാം. കേരള വണ്ടി 6 കിടപ്പുണ്ട്, കേരള വണ്ടി 2 കിടപ്പുണ്ട്, തമിഴ്നാട് വണ്ടി 6 കിടപ്പുണ്ട്. ആളുകളെല്ലാം പഴനി മുരുകനെ കാണാൻ പോകുന്ന മലയാളികൾ തമിഴിൽ വ്യത്യസ്തമായ മനസ്സമാധാനം കിട്ടുന്ന ഏത് യാത്ര കഴിഞ്ഞ് വരുമ്പോഴും 2 ദിവസം ഈ തമിഴ് മക്കളുടെ കൂടെ കിടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇത് മുടക്കാറുണ്ട്. ആ ചൂട് ചായയും ആ ദോശ അടിക്കുന്ന പുകയും കണ്ട ഇഡ്ഡലി പാത്രവും ഇവരുടെ ഈ മോഹം കാണുമ്പോൾ ഐശ്വര്യമാണ് അല്ലേ. കള്ളത്തരങ്ങളില്ലാത്ത ഒരു സമൂഹമാണ് തമിഴ് മക്കൾ. എത്ര കോടി രൂപയുണ്ടെങ്കിലും അവർ സഞ്ചരിക്കുന്നത് ഈ MIT-യിലായിരിക്കും. വല്ലാത്തൊരു കാഴ്ചകളാണ്. രാവിലെ ഒരു വടയും ചായയും കഴിക്കുക. നമ്മുടെ ഹോട്ടലിൻ്റെ മാനേജറാണിത്. പേരെന്നാ? ബാലചന്ദ്രൻ. സോറി, ഇന്നലെ പറഞ്ഞായിരുന്നു K. ബാലചന്ദ്രൻ. ഹോട്ടലിൻ്റെ മാനേജറാ അല്ലേ? എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? നന്നായിട്ട് പോകുന്നു ഹോട്ടലിൽ? കുഴപ്പമില്ല അല്ലേ? ഉടമസ്ഥനാരാ ഇതിൻ്റെ ഓണർ? വലിയ സ്ഥലം എവിടെ? ഊര് ഓണറുടെ? ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു യൂട്യൂബറാണ്. ഈ പൈനാപ്പിൾ കൃഷിയാണ് എനിക്ക്. ഞങ്ങൾ ഓൾ ഇന്ത്യ പര്യടനം കഴിഞ്ഞ് വന്നതാണ്. ഞങ്ങൾ ഭൂട്ടാനൊക്കെ പോയിട്ട് വന്നതാണ്. 1 മാസം മുന്നാടി വീട്ടിൽ നിന്ന് തിരിച്ചാച്ച്. ഇത് ലാസ്റ്റ് സ്ഥലമാണ്. പുള്ളിയുടെ പേരെന്നാ? സുബ്രഹ്മണ്യൻ. മതി, പോതും. പ്രോബ്ലമില്ല. സുബ്രഹ്മണ്യൻ ചായക്ക് ഒരു 150 കൊടുത്താൽ കേട്ടോ. ഹോട്ടലിൻ്റെ പേരാണ് അമോഹ. AC non-AC റൂംസ് ഉണ്ട്. കുഴപ്പമില്ല, നല്ലതാണ്. ഞങ്ങൾ സാധാരണ സ്ഥിരം ശ്രീരാമിലാണ് കിടക്കാറ്. പക്ഷേ ഇക്കുറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടുത്തെ കൗണ്ടറിലെ ആളവിടെ ഇല്ലായിരുന്നു. ഇതാണ് ഇടുമ്പൻ കോവിൽ. ഞങ്ങൾ എന്ന് വന്നാലും ഇടുമ്പൻ കോവിൽ പോവും, പഴനിയാണ്ടവനെ കാണും. ഇത് നമ്മുടെ ഒരു സ്ഥിരം ശീലമാണ്. വ്യത്യസ്തമായൊരു അനുഭവമാണ്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? ഇത് കണ്ടില്ലേ? ആ വട ചായയും വടയും കൂടെ കുറഞ്ഞു. ഒരു വടയും ചായയും കഴിക്കും കേട്ടോ. ശബരിമല ധർമ്മശാസ്താവ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ക്ഷേത്രമാണ് പഴനിയാണ്ടവർ കോവിൽ.
ഇവിടെ ആർക്കും ഭയക്കേണ്ടതില്ല. ആരും അപകടകാരിലായ ഈ മോഷ്ടാക്കളെ കള്ളന്മാർ അങ്ങനെയുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല. പലരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നുമില്ല അവിടെ. ആർക്കും രാത്രി സഞ്ചരിക്കാം. അതിനിവിടെ നട്ട് ഉച്ച പോലെയാണ് പകലും രാത്രി. മുകളിലേക്ക് പോയോ? ആളുണ്ടോ? വീട്ടില്ല. അടക്കണത് 11 മണിക്കാന്ന് തോന്നുന്നു അല്ലേ? 10 മണിക്ക് 11 മണിക്ക് കണ്ടല്ലോ അടക്കണേ. 10 11 അരമണിക്കൂർ മതി പോണിച്ചല്ലേ. താഴെ ചെന്നാൽ അരമണിക്കൂർ മതി. സ്റ്റെപ്പ് കയറാണ്ടിരുന്നാൽ പെട്ടെന്ന് കയറപ്പാം. സ്റ്റെപ്പ് ഇല്ലാണ്ട് അതൊന്നും ആവശ്യമില്ല. സ്റ്റെപ്പിൻ്റെ ഇപ്പുറത്തോടെ ഒരു വഴിയുണ്ട്. നമ്മൾ അവിടെ ഒരു സ്റ്റെപ്പില്ലേ, ആ 701 നടയുണ്ടല്ലോ, അത് കയറുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് വഴിയുണ്ട്, സൈഡിൽ കൂടെ വഴിയുണ്ട്. സുഖമായ യാത്രയാണ്. ഈ പളനി ജില്ല മൊത്തം കാണുകയും ചെയ്യാം. അവിടെ പോയി ട്രെയിനിന് കാവൽ നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. 2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. നിങ്ങളുടെ വീട് എവിടെയാണ്? എറണാകുളം. ഞങ്ങൾ മൂവാറ്റുപുഴ. ജോലിയല്ലോ? ഓ ഓക്കെ. നമ്മുടെ ബാങ്ക് SBI ആണ്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. തൽക്കാലം നല്ലൊരു പഴനിയാണ്ടവൻ കോവിലിൽ നിന്നുള്ള ഒരു ഗുഡ് ബൈ.